റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും, അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം 1000-ഓളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ആദ്യമായിട്ട് വന്നിട്ടുള്ള ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ്. താഴെ 6 ചോദ്യങ്ങളുണ്ട്. ഇതിന് യോജിക്കുന്ന ഉത്തരങ്ങൾ ലെഫ്റ്റ് സൈഡിലൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ വായിക്കുക, ഉത്തരങ്ങളൊക്കെ വായിച്ചു നോക്കി ഓരോന്നിനോടും യോജിക്കുന്നത് ഈ ഭാഗത്തേക്ക് എടുത്തെഴുതുക. ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇവിടെ 1ാമത്തെ ചോദ്യം ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് എന്നാണ്. അതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഓപ്ഷൻസുകളൊന്ന് വായിച്ചു നോക്കുക. തവാഫ്, വിത്തർ, പിന്നെ തവർറുക്ക് അല്ലേ, അത്തവർറുക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജുമുഅ, സുന്നത്ത്, എല്ല്, ഇതൊക്കെയാണ് ഓപ്ഷനുകളുള്ളത്. നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ആദ്യം ഒന്ന് വായിച്ചു നോക്കണം. ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അത് എല്ലാതും ഒന്ന് വായിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ആൻസർ ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. 1ാമത്തേത് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. ഈ ഉത്തരങ്ങളിൽ നമ്മൾ മനസ്സിൽ നിസ്കാരം എന്ന് വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യനാണ് കാണുമ്പോഴേക്കിന് നിസ്കാരം എന്ന് എഴുതി വെക്കരുത്. ഓപ്ഷനുകളിൽ എന്താണുള്ളതെന്ന് പ്രത്യേകം നോക്കണം. എന്താണ്, ഇതാണ് അതിൻ്റെ ആൻസർ. ജുമുഅ എന്ന് നമ്മൾ അങ്ങനെ ഒരു ഇതും പഠിച്ചിട്ടുണ്ടല്ലോ. ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് ജുമുഅ. അപ്പോൾ ആ ജുമുഅ എന്നുള്ളത് ഇവിടെ ഇത്. 2ാമത്തേത് എന്താ, റവാത്തിബിനേക്കാൾ ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം. റവാത്തിബ് സുന്നത്ത് നിസ്കാരം, അതിനേക്കാൾ ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരമാണ് വിത്തർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വിത്തറാണ് 2ാമത്തെ ആൻസർ. അത് താഴേക്ക് എടുത്ത് എഴുതാം. അതിനോട് യോജിക്കുന്നത് അതിൻ്റെ സ്ഥലത്തേക്ക് എടുത്ത് എഴുതാം. 3ാമത്തേത് സുജൂദിൽ മൂക്ക് നിലത്ത് വെക്കൽ. സുജൂദ് ചെയ്യുന്ന സമയത്ത് മൂക്ക് നിലത്ത് വെക്കൽ അതെന്താണ്, അത് ഇവിടെ ഉണ്ട്, സുന്നത്ത്. നെറ്റി നിലത്ത് വെക്കൽ നിർബന്ധമാണ്, എന്നാൽ മൂക്ക് നിലത്ത് വെക്കൽ എന്താണ്, സുന്നത്താണ്. അത് മനസ്സിലാക്കുക. 4ാമത്തേത് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യം. ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യം, വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യം, പിന്നെ ഹൈദ് നിഫാസ് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യം ഇവിടെ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ അതിൽ ഏതാണുള്ളത്, ഇതാണുള്ളത്, തവാഫ്. അപ്പോൾ ഇതാണ് 4ാമത്തേത്, തവാഫ്. അത് ഒരു കാര്യമാണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാതും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഒക്കെ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക. ചിലപ്പോൾ അത് മുഴുവനായിട്ട് എഴുതാൻ വേണ്ടി വരാം, അല്ലെങ്കിൽ 2 എണ്ണം വീതം എഴുതാം എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ 5ാമത്തെ ചോദ്യം ശൗചം ചെയ്യൽ ഹറാമായ വസ്തു. ശൗചം ചെയ്യൽ ഹറാമായ വസ്തു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ വസ്തുക്കൾ കൊണ്ട് ശൗചം ചെയ്യാമെന്നും പഠിച്ചിട്ടുണ്ട്, ഹറാമായ വസ്തുവൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിലേതാണുള്ളത്, എല്ല് അല്ലേ, എല്ല് കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടൊക്കെ ശൗചം ചെയ്യൽ ഹറാമാന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 5ാമത്തെ ഉത്തരം, നമ്മുടെ എല്ല് എന്ന് എഴുതാം. പിന്നെ 6ാമത്തേത് അവസാനത്തെ അത്തഹിയാത്തിൽ ഇരുത്തം. 2 അത്തഹിയാത്തുകൾ ഉണ്ടാകുന്ന സമയത്ത് ആദ്യത്തെ അത്തഹിയാത്തിലും 2ാമത്തെ അത്തഹിയാത്തിലും എങ്ങനെ ഇരിക്കണം, മറ്റിരുത്തങ്ങളിലൊക്കെ ഏതിരുത്താണ് ഇരിക്കേണ്ടതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതാണ്, തവർറുക്കാണ്. തവർറുക്ക് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതാം, തവർറുക്ക് അല്ലേ, അവസാനത്തെ അത്തഹിയാത്തിലിരുത്തം തവർറുക്ക്. ഇനി 2ാമതായിട്ട് വന്ന ആക്ടിവിറ്റി നോക്കൂ, പൂർത്തിയാക്കാം. താഴെ 5 ചോദ്യങ്ങളാണുള്ളത്. അതിൻ്റെ അവസാന ഭാഗം കുറച്ച് വിട്ടിട്ടുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുക, പൂർത്തീകരിച്ചു കൊടുക്കുക. അതിൽ 1ാമത്തെ ചോദ്യം എന്താ, ജുമുഅ ദിവസം ദിവസങ്ങളുടെ ഡാഷ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജുമുഅ ദിവസം ദിവസങ്ങളുടെ നേതാവാകുന്നു എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ, നേതാവാകുന്നു. അപ്പോൾ അങ്ങനെ ഇതാ. ഇനി അത് ക്വസ്റ്റ്യനായിട്ടൊക്കെ വരാം. ദിവസങ്ങളുടെ നേതാവ് ഏതാന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നാലോ, അപ്പോൾ ജുമുഅ ദിവസം എന്ന് എഴുതാം, അല്ലെങ്കിൽ ജുമുഅ എന്ന് എഴുതാം.
അപ്പോൾ ജുമുഅ ദിവസം, അതാണ് കറക്റ്റ് ആൻസർ. ജുമുഅ ദിവസം ദിവസങ്ങളുടെ നേതാവാകുന്നു എന്ന് ചേർത്ത് കൊടുക്കുക. രണ്ടാമത്തത്, ജമാഅത്തിൻ്റെ പ്രതിഫലം ലഭിക്കാൻ ഇമാമിൻ്റെ സലാമിൻ്റെ അല്പം മുമ്പെങ്കിലും ജമാഅത്ത് കിട്ടണമെങ്കിലേ ഇമാം സലാം വീട്ടുന്നതിൻ്റെ അല്പം മുമ്പെങ്കിലും ഡാഷ് അവിടെ തുടരണം എന്നാണ്. തുടരണം എങ്കിലേ എന്തിട്ടുള്ളൂ, ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടുള്ളൂ. അപ്പോൾ അതും ക്വസ്റ്റ്യനായിട്ട് വരാം. ജമാഅത്തിൻ്റെ പ്രതിഫലം ലഭിക്കും എപ്പോൾ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ആൻസർ ഇതിങ്ങനെ എഴുതാം. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ, ഫർള് നിസ്കാരങ്ങളോട് അനുബന്ധിച്ചുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ് ഏത്? ഫർള് നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷമൊക്കെ നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളുണ്ടല്ലോ, അതാണ് ഏത്? റവാത്തിബ് അല്ലേ? അപ്പോൾ റവാത്തിബ് എന്ന് എഴുതാം. നാലാമത്തത്, കുനിയൽ മറ്റു ഉദ്ദേശത്തിന് ആവാതിരിക്കൽ. നമ്മൾ സുജൂദുക്കും റുക്കൂക്കിലൊക്കെ കുനിയല്ലോ, ആ കുനിയുന്നത് മറ്റു ഉദ്ദേശത്തിനാവാതിരിക്കൽ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആവാതിരിക്കൽ നിർബന്ധമാണ് എന്നുള്ളത് നമ്മൾ റുക്കോയിൻ്റെ സ്ഥലത്തും അതേപോലെ സുജൂദിൻ്റെ സ്ഥലത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. നിർബന്ധമാണ്. അപ്പോൾ കുനിയൽ മറ്റുദ്ദേശത്തിനാവാതിരിക്കൽ നിർബന്ധമാണ് എന്നായി. അഞ്ചാമത്തത്, ബിസ്മി ഫാത്തിഹയിൽപ്പെട്ട ഡാഷ്. ബിസ്മി ഫാത്തിഹയിൽപ്പെട്ട ഒരു ആയത്താണ് എന്നിവിടെ പഠിച്ചു അല്ലേ? അപ്പോൾ അതവിടെ ചേർക്കുക. ബിസ്മി ഫാത്തിഹയിൽപ്പെട്ട ഒരു ആയത്താണ്. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഇനി മൂന്നാമത് വന്ന ആക്ടിവിറ്റി വിധി എഴുതാം എന്നാണ്. വിധി എഴുതാനാണ്. ഇതൊക്കെ സിമ്പിളാണ്, നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി കാര്യങ്ങളൊക്കെ. ഒന്നാമത്തത്, കാരണമില്ലാതെ വലത് കൈകൊണ്ട് ശൗചം ചെയ്യൽ. നമ്മൾ സാധാരണ ശൗചം ചെയ്യേണ്ടത് സുന്നത്തൊക്കെ ഇടത് കൈ കൊണ്ടാണ്. ഒരു കാരണമില്ലാതെ, അഥവാ മറ്റേ ഇടത് കൈയിന് പ്രശ്നമൊന്നുമില്ല എന്നിട്ടും ഒരു കാരണമില്ലാതെ വലത് കൈ കൊണ്ട് ശൗചം ചെയ്യൽ കറാഹത്താണ്. ശിക്ഷയൊന്നും കിട്ടൂല, പക്ഷേ കറാഹത്താണ്. അത് ഒഴിവാക്കുകയാണ് നല്ലത്. ഇടത് കൈ കൊണ്ട് തന്നെ ശൗചം ചെയ്യലാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തത്, വുളൂഇൽ മുഖം കഴുകൽ. വുളൂ ചെയ്യുമ്പോൾ മുഖം കഴുകൽ വുളൂഇൻ്റെ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫർളാണല്ലേ. നിയ്യത്ത് പിന്നെ മുഖം കഴുകലാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ഫർള് എന്ന് എഴുതാം. വാജിബ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഏറ്റവും ഷൂട്ടാകുന്നത് ഫർള് എന്നാണ്. മൂന്നാമത്തത് എന്താ, കുളിയുടെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ. കുളിക്കുന്നതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ബിസ്മി ചൊല്ലൽ എന്താണ്, അത് സുന്നത്താണ് അല്ലേ? കുളിയുടെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലലും ഉളു എടുക്കലൊക്കെ സുന്നത്താണ്. അപ്പോൾ സുന്നത്ത് എന്ന് കൊടുക്കാം. അതാണ് അതിൻ്റെ വിധി. നാലാമത്തത്, നിസ്കാരത്തിൽ ആദ്യത്തെ സലാം വീട്ടൽ. നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ സലാം വീട്ടൽ എന്താണ്? ആദ്യത്തെ സലാം വീട്ടൽ, രണ്ടാമത്തെ സലാം വീട്ടലൊക്കെ ഉണ്ട്. അതും എന്താണ്? ഫർളാണ് അല്ലേ? ഫർള് അല്ലെങ്കിൽ ഇനിയിപ്പോൾ റുക്ന് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഏറ്റവും ഷൂട്ടാവുന്നത് ഫർള് എന്ന് തന്നെയാണ്. അപ്പോൾ ഫർള് എന്ന് എഴുതാം. പിന്നെ അഞ്ചാമത്തത്, ഇതിൽ തന്നെ ഇപ്പോൾ രണ്ടാം സലാം വീട്ടിലാണെങ്കിൽ സുന്നത്താണ്, ശ്രദ്ധിക്കണേ. ഒന്നാം സലാം വീട്ടിലാണ് ഫർള്. അഞ്ചാമത്തത്, ഹയലുകാരി നോമ്പ് നോക്കൽ. ഹയലോ നിഫാസൊക്കെ ഉള്ള സമയത്ത് നിസ്കരിക്കൽ ഹറാമാണ്. നോമ്പൊൽക്കലും ഹറാമാണ്. നിസ്കാരം ഖളാ വീട്ടിലും ഹറാമാണ്. പക്ഷേ നോമ്പ് ഖളാ വീട്ടണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ ഓർമ്മ ഉണ്ടാകും. ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. ഉത്തരം എഴുതാം. ഇവിടെ ഒരു 5 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഉത്തരം എഴുതി കൊടുക്കാനാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ, ജുമുഅയുടെ സമയം ഏതാണ്? ജുമുഅയുടെ സമയം ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വെള്ളിയാഴ്ച ളുഹറിൻ്റെ സമയം, അതാണ് ജുമുഅയുടെ സമയം. ഇപ്പോൾ രണ്ടും കൂടി എഴുതണം. വെള്ളിയാഴ്ച ളുഹറിൻ്റെ സമയം. വെറും ളുഹറിൻ്റെ സമയം എഴുതുന്നതിനേക്കാൾ ബെറ്റർ, കാരണം എല്ലാ ദിവസവും ളുഹറിൻ്റെ സമയം ജുമുഅയുടെ സമയമല്ലല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച ളുഹറിൻ്റെ സമയം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കൃത്യമായ ആൻസർ. അങ്ങനെ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ വന്നാൽ. രണ്ടാമത്തേത്, തുമനീനത്ത് വേണ്ടത് എവിടെയെല്ലാം? നിസ്കരിക്കുമ്പോൾ തുമനീനത്ത് 9ാമത്തെ റുക്കനാണ്. അനക്കം അടങ്ങൽ എന്നൊക്കെ പറഞ്ഞു. അഥവാ ഒരു സ്റ്റോപ്പ് ഉണ്ടാവുക, അത് എവിടേക്കാണ് വേണ്ടത്? 4 സ്ഥലങ്ങളിലാണ്. 1 റുക്കൂഅ്, 2 ഇഅ്തിദാല്, 3 സുജൂദ്. മൂന്നാമത്തേത് 2 സുജൂദുകൾ അല്ലെങ്കിൽ സുജൂദുകൾ. നാലാമത്തേത് ഇടയിലെ ഇരുത്തം. ഈ 4 സ്ഥലങ്ങളിലാണ് തുമനീനത്ത് വേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ എഴുതാം. ഇവിടെ എഴുതിയിട്ടുണ്ട് റുക്കൂഅ്, ഇഅ്തിദാല്, സുജൂദുകൾ, ഇടയിലെ ഇരുത്തം. അതിലൊക്കെയാണ് തുമനീനത്ത് വേണ്ടത്. മൂന്നാമത്തേത്, മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവൻ ഖിബിലക്ക് മുന്നിടണം. എന്തുകൊണ്ട്? മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവൻ നെഞ്ചുകൊണ്ട് ഖിബിലക്ക് മുന്നിടണം അല്ലേ? ചെരിഞ്ഞ് നിസ്കരിക്കുന്നവനോ ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുകയാണെങ്കിൽ
പിന്നെ മുഖം അതേപോലെ ശരീരത്തിൻ്റെ മുൻഭാഗം എന്നിവ കൊണ്ട് ഖിബിലക്ക് മുന്നിടണം. മലർന്ന് കിടന്ന് നിസ്കരിക്കുമ്പോൾ എന്തൊക്കെയാണ്? മുഖം അതേപോലെ ഉള്ളൻ കാൽ എന്നിവ കൊണ്ടാണ് ഖിബിലക്ക് മുന്നിടേണ്ടത്. മുഖം, ഉള്ളൻ കാൽ എന്നിവ കൊണ്ട് അല്ലേ. മുഖം ഖിബിലയിലേക്കാവില്ല, പക്ഷെ അങ്ങനെ ആകാൻ വേണ്ടി കണ്ട് എന്ത് ചെയ്യണം? തലക്കണി പോലെയുള്ളതൊക്കെ വെക്കൽ വാജിബാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നാലാമത്തത്, ലഹരി ദ്രാവകങ്ങൾ എങ്ങനെ ശുദ്ധിയാകും? ലഹരി ദ്രാവകം അതേപോലെ ശവത്തിൻ്റെ തോലൊക്കെ എങ്ങനെ ശുദ്ധിയാകുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ, ലഹരി ദ്രാവകങ്ങൾ എങ്ങനെ ശുദ്ധിയാകും? സ്വയം സുർക്കയാവൽ കൊണ്ടാണ് ശുദ്ധിയാവൽ അല്ലേ. ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടാണ് ശുദ്ധിയാവുക. അപ്പം അങ്ങനെ ഇതാം, സ്വയം സുർക്കയാവൽ കൊണ്ട്. അങ്ങനെ അഞ്ചാമത്തത്, തുടരൽ കറാഹത്തുള്ളവർ ആരെല്ലാം? തുടരൽ കറാഹത്ത് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിൻ്റെ ബാക്കിൽ തുടരൽ കറാഹത്ത് ആണ്. അത് ആരൊക്കെ തുടരലാണ് കറാഹത്ത്? അപ്പോൾ ഇവിടെ രണ്ട് കൂട്ടർ എഴുതിയിട്ടുണ്ട്. ഒന്ന് മുബത്തദിഇനെയാണ് തുടരൽ കറാഹത്ത്, മുബത്തദി, മറ്റൊന്ന് ഫാസിഖ്. മുബത്തദി പറഞ്ഞാൽ പുത്തൻവാദി എന്നൊക്കെ പറയാം, പുത്തൻവാദി. ഫാസിഖ് പറഞ്ഞാൽ ദുർനടപ്പുകാരൻ. അപ്പോൾ ഇതിൽ രണ്ടും എഴുതാം. എങ്ങനെ എഴുതാം? അർത്ഥം ഒന്നെങ്കിൽ അറബി എഴുതാം, അല്ലെങ്കിൽ അർത്ഥം എഴുതാം. രണ്ടും കൂടി എഴുതേണ്ട ആവശ്യമില്ല. മുബത്തദി, ഫാസിഖ്, അല്ലെങ്കിൽ മുബത്തദീനോടും ഫാസിഖിനോടും അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ പിന്നെ പുത്തൻവാദിയോടും ദുർനടപ്പുകാരനോടും അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് അഞ്ചാമത്തെ ആക്ടിവിറ്റി, 2 വീതം എഴുതാം എന്നാണ്. 2 ഉത്തരങ്ങൾ എഴുതാണ്ട്. ഇതൊക്കെ സാധാരണ പരീക്ഷയ്ക്ക് വരാറുള്ളതാണ്. അതിൽ ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ആണല്ലോ, അതിനൊക്കെ ഈ 2 ഉത്തരങ്ങൾ എഴുതണം. അതിൽ ഒന്നാമത്തെ ചോദ്യം, പ്രധാന സുന്നത്ത് നിസ്കാരങ്ങൾ. നമ്മൾ കുറേ സുന്നത്ത് നിസ്കാരങ്ങളെ പേര് പഠിച്ചല്ലോ അല്ലേ. പിന്നെ ഏകദേശം അവസാന ഭാഗത്താണ് ആ പാഠം, സ്വലാത്തുൻ നഫ്ലി എന്ന് പറഞ്ഞിട്ട് 15ാമത്തെ പാഠം. അതിൽ സുന്നത്ത് നിസ്കാരങ്ങളെ പേര് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പിന്നെ റവാത്തിബുണ്ട്, വിത്തറുണ്ട്. പ്രധാനപ്പെട്ടത് അതാണ്, അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. പിന്നെ ആ പേജിൽ തന്നെ അവസാനം മറ്റു പ്രധാന സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 2 പെരുന്നാൾ നിസ്കാരം, തറാവീഹ്, ഗ്രഹണ നിസ്കാരം, ളുഹ, അതേപോലെ തന്നെ തഹജ്ജുദ്, തഹിയ്യത്തൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നല്ലോണം വിശദീകരിച്ച 2 എണ്ണം ഇവിടെ ഇതാണ്. ഞാനിവിടെ റവാത്തിബും വിത്റും എഴുതിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു 5-6 നിസ്കാരങ്ങൾ പറഞ്ഞു, മൊത്തം ഒരു 8 നിസ്കാരങ്ങളെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതും എഴുതാം. ഓർഡർ വേണം എന്നൊന്നും നിർബന്ധമില്ല, ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. രണ്ടാമത്തേത്, ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. ഫാത്തിഹ ഓതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ സൂക്ഷിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്കിലേ ഫാത്തിഹ, കാരണം ഫാത്തിഹ നിർബന്ധമാണല്ലോ ഓതൽ. അപ്പോൾ എന്തൊക്കെയാണ് അത് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ? ഒന്ന് ഷദ്ദുകളാണ്. 28ാമത്തെ പേജിൽ അതിൻ്റെ ആൻസർ ഉണ്ട്. ഷദ്ദുകൾ, മദ്ദുകൾ, പിന്നെ ഹർഫുകൾ, മഖ്റജുകൾ, തർത്തീബ്, മുവാലാത്ത്. ഇങ്ങനെ ഒരു 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതാം. ഞാനിവിടെ ഷദ്ദുകളും മദ്ദുകളും എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. മൂന്നാമത്തത്, വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ. വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ അത് പിന്നെ 18ാമത്തെ പേജിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. 18ാമത്തെ പേജിൽ ഏതൊക്കെയാണ് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ? 5 കാരണങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് മനിയ്യ് പുറപ്പെടുക, മറ്റൊന്ന് ഹൈല് രക്തം മുറിയുക, പിന്നെ അടുത്ത എന്താണ്? ലിംഗത്തിൻ്റെ അഗ്രഭാഗം ഫർജിൽ കടക്കുക, നിഫാസ് അഥവാ പ്രസവ രക്തം മുറിയുക, പ്രസവിക്കുക. അങ്ങനെ 4-5 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 എണ്ണം ഇതാണ്. ഒന്ന് മനിയ്യ് പുറപ്പെടുക, 2 ഹൈല് രക്തം മുറിയുക. അതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങൾക്ക് എഴുതാം. 4ാമത്തേത്, മുഗല്ലദായ നജസുകൾ. മുഗല്ലദ്, മുത്തവസ്സിത്ത്, മുഖഫഫ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിലുള്ള നജസുകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ശുദ്ധിയാക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദ്യം മുഗല്ലദായ നജസുകളിൽ നിന്ന് 2 എണ്ണം എഴുതാനാണ്. മുഗല്ലദായ നജസ് പറഞ്ഞാൽ ആകെ 2-3 ഉള്ളൂ. ഒന്ന് നായയാണ്, അപ്പോൾ അത് എഴുതാം. മറ്റൊന്ന് ഏതാണ്? പന്നിയാണ്. നായ, പന്നി, അത് 2 മുഗല്ലദായ നജസാണ്. പിന്നെ അവയിൽ നിന്ന് ജന്മം കൊണ്ടുപോകാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഇതാ നായ, പന്നി എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത ആക്ടിവിറ്റി 6ാമത്തത്, വ്യക്തമാക്കാം എന്നാണ്. 3 ചോദ്യങ്ങൾ, അത് എന്താണെന്ന് കൃത്യമായി എഴുതി കൊടുക്കുക. ഒന്ന് മുഖഫഫാണ്. നേരത്തെ നഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. മുഖഫഫ് പറഞ്ഞാൽ എന്താണ്? 2 വയസ്സ് തികയാത്ത, പാലല്ലാത്ത, ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. അപ്പോൾ അത് എഴുതാം. 2 വയസ്സ് തികയാത്ത, പാലല്ലാത്ത, മറ്റൊന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം, അതാണ് മുഖഫഫായ നജസ്. രണ്ടാമത്തത് ഏത്തിദാൽ എന്നാൽ എന്താണ്? അത് വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്നെഴുതി കൊടുക്കാനാണ്.
റുക്കോയിൻ്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങൽ, അതാണ് എത്തിദാൽ. അപ്പോൾ അത് സിമ്പിളാണ്. റുക്കോയിൻ്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങൽ, അങ്ങനെ എഴുതിയാൽ മതി. മൂന്നാമത്തേത് തയമ്മും. തയമ്മും എന്ന് പറഞ്ഞാൽ എന്താണ്? നിയ്യത്തോടു കൂടി മുഖത്തും 2 കൈകളിലും മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. ഒക്കെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നിയ്യത്തോടു കൂടി മുഖത്തും 2 കൈകളിലും മണ്ണ് ഉപയോഗിക്കൽ, അതാണ് തയമ്മും. പിന്നെ അടുത്തൊരു ആക്ടിവിറ്റി 7ാമത്തേത് പട്ടിക പൂർത്തിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? വിത്തർ ചുരുങ്ങിയത്. അത് എത്ര റക്കായത്താണ് എന്ന് എഴുതി കൊടുക്കേണ്ടത്. വിത്തർ ചുരുങ്ങിയത്. വിത്തർ എന്ന് പറഞ്ഞാൽ ഒറ്റ എന്നുള്ള ഒരു വാക്ക് മനസ്സിൽ വെച്ചാൽ മതി. വിത്തർ ചുരുങ്ങിയത് 1 റക്കായത്താണ്. അപ്പോൾ 1 എന്ന് എഴുതാം. പിന്നെ ഇപ്പം ഇനി അക്ഷരത്തിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, അക്കത്തിൽ എഴുതിയാലും കുഴപ്പമില്ല. 1. വിത്തർ കൂടിയത് എത്രയാണ്? കൂടിയത് 11 റക്കായത്താണ്. അപ്പോൾ 11 എന്ന് എഴുതാം. പിന്നെ രണ്ടാമത്തേത് പറഞ്ഞു. മൂന്നാമത്തേത് പൂർണ്ണതയിൽ കുറഞ്ഞത്. വിത്തർ പൂർണ്ണതയിൽ കുറഞ്ഞത് എത്ര? അത് 3 റക്കായത്താണ്. അപ്പോൾ 3 നമ്പറുകൾ എഴുതുക. 1 ചുരുങ്ങിയതാണ്, ചുരുങ്ങിയത് 1 റക്കായത്താണ്. പിന്നെ കൂടിയത് 11 റക്കായത്താണ്. പിന്നെ പൂർണ്ണതയിൽ കുറഞ്ഞത് 3 റക്കായത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.